അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ കുറച്ച് തക്കാളി തൈ അതേമാതിരി തന്നെ മുളകിൻ്റെ തൈയും നടുകയാണ് കേട്ടോ. നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു തോട് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ തക്കാളി നടണം കേട്ടോ. ഇതിൻ്റെ മുൻപ് നമ്മൾ കുറച്ച് തക്കാളി ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നട്ടത് ഇങ്ങനെ പിടിച്ച് ഉഷാറായി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തക്കാളിയും മുളകുമാണ് നടുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി വീതി കൂടിയിട്ട് ഒരു ലൈന് മുളകും ഒരു ലൈന് തക്കാളിയാണ്. അപ്പോൾ ഈ സൈഡിലേക്കാണ് നമ്മൾ ആ സൈഡിൽ തക്കാളി ഈ സൈഡിൽ മുളകുമായിട്ടാണ് നടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇതിന് നമുക്കൊന്ന് പന്തലിടേണ്ടതുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വലുതായി വരുന്നുണ്ട്. ഇത് പടലങ്ങ, അതായത് പീച്ചക്ക, അതുപോലെ അതാണ്. പിന്നെ കോവക്കയുണ്ട് കേട്ടോ. ഇത് എല്ലാം കൂടി ഒരു വലിയ പന്തലാടുന്നത്. ഇവിടുന്ന് ആ തല മുതൽ ഈ ഒരു തല വരെ ഏകദേശം ഒരു സെൻറ്റ് സ്ഥലത്താണ് നമ്മളിവിടെ ഈ പന്തലിടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം നിങ്ങളിത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നൊരു കൃഷി വീഡിയോ ആണ് ഇന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുന്നതോടൊപ്പം ഒന്ന് ആ ബെല്ലൈക്കനൊന്ന് അമർത്തട്ടോ. നിങ്ങൾ ബെല്ലൈക്കൻ അമർത്തിയിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ ഒന്നായ്മ തൊടേണ്ട കാര്യമുള്ളൂ. ആർക്കും ഒരു നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താൻ എനിക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ വാങ്ങിക്കൊടുന്ന തൈകൾ ഇതാണ് കേട്ടോ. ഇത് കുറച്ചൊക്കെ ഉണക്കക്കേട് പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങിയെടുത്തുള്ള നനവിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഇത് മുളക് വലിയൊരു ഉഷാറൊന്നുമില്ല മുളക്. എന്നാലും ഇത് എന്ത് മുളകാണെന്നും അറിയില്ല. നമ്മളിങ്ങനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഏതായാലും നട്ട് നോക്കുക. ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാലോ. എല്ലാം ആണല്ലോ നമ്മളൊന്ന് പരീക്ഷിക്കുക. പിന്നെ നമ്മൾ നല്ല തൈകളൊക്കെ കിട്ടുമ്പോൾ നമ്മളതിൻ്റെ വിത്തൊക്കെ എടുത്ത് വെച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഈ ഭാഗത്തു നിന്നാണ് നട്ട് പോകണത് കേട്ടോ. നമ്മൾ ഈ മണ്ണിൽ ചവിട്ടാതെ വേണം ഇത് ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ രണ്ട് ഇതാണ് എടുക്കുന്നത്. ഒന്നിൽ മുളക്, ഒന്നിൽ തക്കാളി, അങ്ങനെയാണ് ചെയ്തു പോരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ ഭാഗത്താണ് നമ്മൾ തക്കാളി വെക്കുന്നത് കേട്ടോ. മറ്റേത് നേരത്തെ നമ്മളെടുത്ത് ഒരു പിഴവ് പറ്റിയതായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചാഞ്ഞ് നിൽക്കണതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ നടുക. ഇതിൻ്റെ തണ്ട് നടുവിൽ വരാത്തക്ക രീതിയിൽ ഇട്ടിട്ട് പൊടിമണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ. പൊടിമണ്ണ് ഇടുമ്പോൾ ഒന്ന് നിർത്തി കൊടുത്താൽ മതി. നമുക്കൊരു പുതിയൊരു ചെറിയൊരു തൈയിൻ്റെ മാതിരി ഇങ്ങനെ കിട്ടും. ആ വളവ് നിർത്തിയിട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് ഈ സൈഡിലാണ്. നേരത്തെ നമ്മളടുത്തൊരു ചെറിയൊരു പെശക് പറ്റിയതാണ്. അതായത് ആ ഭാഗത്തേക്ക് നമുക്ക് പടർത്തി വിടാം. മുളക് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ നിലനിർത്തും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പൊടിമണ്ണ് ഇതാക്കിയിട്ട് ഇപ്പോൾ രണ്ട് ലൈനായിപ്പോൾ. ഇപ്പോൾ നമ്മളിപ്പോൾ 4 കുഴിയാണ് കുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 4 കുഴിയിലിങ്ങനെ ഒന്നിച്ച് വെച്ചാൽ നമ്മളെ പണി പെട്ടെന്ന് തീരും. മറ്റേതിപ്പോൾ ഒരുപാട് സമയം കളയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പൊടിച്ചിട്ട് കൊടുത്ത് മണ്ണിൽ ചേരുകയാണെങ്കിൽ നല്ലൊരു ഇതായി വേണമെങ്കിൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ തക്കാളിയാണ് എടുക്കുന്നത് കേട്ടോ. തക്കാളി ഈ സൈഡിലാണ് ചെയ്യുന്നത് പറഞ്ഞില്ലേ. അപ്പോൾ തക്കാളി ഈ സൈഡിലിട്ടു. അപ്പുറത്തെ സൈഡിൽ മുളക്.
അപ്പോൾ നമുക്ക് ഈ പടർത്തി വിടാൻ ഇത് ഒരു അലക എന്തെങ്കിലുമൊക്കെ കെട്ടി കൊടുത്തിട്ട് നമുക്ക് പടർത്തി വിടാനുള്ളൊരു സൗകര്യത്തിനാണ് അങ്ങനെ തക്കാളി ഈ സൈഡിൽ വെക്കുന്നത് കേട്ടോ. തക്കാളി ഈ സൈഡിൽ വെക്കുമ്പോൾ നമുക്കത് പിന്നെ പടർത്തി വിടാനൊരു സൗകര്യത്തിനാണ് ഈ സൈഡിൽ തക്കാളി വെക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു ധാരണ പെസക കൊണ്ടാണ് നമ്മൾ മറ്റത് അവിടെ വെച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാനിത് ഫുള്ള് നട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. വെറുതെ ഇങ്ങനെ നിങ്ങളെ സമയം എൻ്റെ സമയം കളയണ്ടല്ലോ. അപ്പോൾ നമുക്ക് തക്കാളി കുറച്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. തക്കാളി പിന്നെ തൈ കുറവാണ്. അത് നമ്മൾ വണ്ടിയിൽ കൊടുന്നപ്പോൾ നമ്മളിരുന്ന് മിസ്സായതാണ്. അവിടെ വണ്ടിയിൽ ചാടിയത് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഉണങ്ങിപ്പോയി. അപ്പോൾ നമ്മളിവിടെ പിന്നെ ഇത് ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തൈകൾ പിന്നെ തയ്യാതെ വന്നപ്പോൾ നമ്മളിവിടെ തന്നെ നട്ട് നനച്ചുണ്ടാക്കിയ വഴുതനങ്ങ വെച്ചത് കേട്ടോ. ഈ ഒരു കുറച്ച് തക്കാളി തൈകളേ ഉള്ളൂ, ബാക്കിയൊക്കെ മുളകാണ് വന്നത്. പിന്നെ അപ്പോൾ നമ്മളത് പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് സ്ഥലം ഞാൻ അത്രയും നമ്മൾ മെനക്കെട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ അത് പിന്നെ നമ്മൾ ബാക്കി മുളകിൻ്റെ തൈയും പിന്നെ വഴുതനങ്ങ തൈയാണ് വെച്ചത് കേട്ടോ. നമ്മൾ ഇവിടെയൊക്കെ വഴുതനങ്ങ തൈയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കത് നനക്കണം. നനക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൈപ്പ് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പൈപ്പിൽ വെള്ളം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മൊത്തം ഇങ്ങനെ നനക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ചുവടുഭാഗം ഒന്നിങ്ങനെ നനച്ച് കൊടുത്താൽ മതി. പിന്നെ വളപ്പൊടിയൊക്കെ നനയാനേ കാലിവളം ഇട്ടിരുന്നല്ലോ, അത് നനയാൻ ഭാഗത്തെ ഇത് വേണം. കുറഞ്ഞ നനവായിട്ടുണ്ടെങ്കിൽ അത് ചൂട് പിടിച്ചതൊക്കെ ഉണങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുക, ആ കാലിവളം നനയണതിൽ ഒന്ന് നനച്ച് കൊടുക്കുക. പിന്നെ ഡെയിലി ഇങ്ങനെ നനക്കുമ്പോൾ ഇങ്ങനെ ശരിയായിക്കോളും. അപ്പോൾ ഈ ചെറിയ പൈപ്പ് പിടിച്ചിട്ടാണ് ഇത് നനക്കേണ്ടത് കേട്ടോ. വലിയ പൈപ്പ് പിടിച്ചത് ഇതൊക്കെ ഉണ്ട് പുഴങ്ങി അങ്ങോട്ട് പോകും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഒരു മെനക്കെടുമില്ല, കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്നാണ്ട് ആ ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് രൂപത്തിലൊന്ന് അറിയിക്കുക. എന്തെങ്കിലും കൃഷിയിലോ വല്ല നിർദ്ദേശം തരാനുണ്ടെങ്കിൽ അത് എനിക്കൊരു വലിയൊരു ഉപകാരമാവും കേട്ടോ. നിങ്ങളെന്തെങ്കിലും കൃഷി അറിവുണ്ടെങ്കിൽ അതൊന്ന് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു ഉപകാരമാവും. എനിക്കുള്ള അറിവുകൾ ഞാൻ നിങ്ങളുമായിട്ടും പങ്കുവെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷിയിൽ എനിക്ക് നിർദ്ദേശം തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാവും ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഷെയർ ചെയ്യുന്നതിനെക്കാട്ടിലും ഒക്കെ ഉപകാരപ്പെടുക നിങ്ങളെ അറിവുകൾ പങ്കുവെക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.